സാരിയുടെ കുത്തുന്ന സൈഡിൽ നിന്നാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത്. സാരി ഫോളിൻ്റെ ആദ്യം ഈ എൻഡ് ഭാഗം ഇതേപോലെ കുറച്ച് മടക്കിയതിന് ശേഷം സാരിയുടെ അരികും ഫോളിൻ്റെ അരികും കൂടെ ചേർത്ത് വെക്കണം. ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ എൻഡിൽ കൂടെ അടിക്കണം കേട്ടോ. രണ്ടും കൂടെ ചേർത്ത് അരികിൽ കൂടെ അടിച്ചു പോകണം. വലത് കൈ കൊണ്ട് തുണി മുമ്പോട്ട് നീക്കി കുറേശ്ശെ അടിച്ചു പോകണം. ഇങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ആ ഫോൾ മൊത്തം അടിച്ചു പോകണം. അങ്ങനെ ഇത് ഇതിൻ്റെ എൻഡ് വരെ അടിക്കണം. അപ്പോൾ നമ്മൾ അടിച്ച് കഴിഞ്ഞു, തീരാറായിട്ടുണ്ട്. അപ്പോൾ എൻഡിലാകുമ്പോൾ ഇവിടുന്ന് നമ്മൾ അവിടെ മടക്കി കൊടുത്തതുപോലെ വീണ്ടും അങ്ങോട്ട് മടക്കി കൊടുക്കണം. കണ്ടോ, കറക്റ്റായിട്ട് ഒരേ ലെവലിൽ മടക്കിയിട്ട് കെട്ടിട്ട് നിർത്തണം. എന്നിട്ട് നമുക്ക് ഇവിടെ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം. കൈത്തേൽ തേച്ച് കൊടുക്കാം. കൈത്തേൽ തേക്കുമ്പോൾ നമ്മളിങ്ങനെ കുത്തി നിർത്തിയിട്ട് ഇവിടുന്ന് കൈത്തേലെടുത്ത് സൂചി നൂലും എടുത്തിട്ട് ചെറിയ രീതിയിൽ ഹെമ്മിങ് ചെയ്ത് കൊടുക്കണം. മെഷീനും അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിന് മെഷീൻ അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതിന് മെഷീൻ അടിച്ചാൽ മതിയായതുകൊണ്ട് അങ്ങനെ ഞാൻ ചെയ്തത്. അല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്യുന്നവർക്ക് ഹെമ്മിങ് ചെയ്യാം. അപ്പം മെഷീൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തുടങ്ങിയെടുത്തുനിന്ന് ഇതേ രീതിയിൽ മുകളിലോട്ട് വരണം. ഇവിടെ കൊണ്ട് നിർത്തിയതിന് ശേഷം വീണ്ടും സൂചി പൊക്കരുത്, സൂചി തുണിയിൽ തന്നെ നിൽക്കണേ. കണ്ടോ, പ്രഷർ പോട്ട് മാത്രമേ പൊങ്ങിയിട്ടുള്ളൂ. കറക്റ്റായിരിക്കണം. ഈ വീതി ഇവിടെ ചുളിവ് വരരുത്. ഫോളും സാരിയും കൂടെ കറക്റ്റായിരിക്കണം. എന്നിട്ട് രണ്ട് കൈയും കൂടെ ഇങ്ങനെ വെക്കണം. കണ്ടോ, കുറേശ്ശെ നീക്കി കൊടുക്കണം. കണ്ടോ, സാരി ഫോളും ഇത് സ്ട്രെയിറ്റായിട്ട് ഇങ്ങനെ പോകണം. ഉണ്ടോ, ഇതേ രീതിയിൽ നമുക്ക് ഫുള്ളായിട്ട് അടിച്ചെടുക്കാം. ഇങ്ങനെ നമുക്ക് ഇത് തീർത്തും അടിച്ചെടുക്കാം. വേണ്ട, ഞാൻ അടിച്ചപ്പം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചുളിവൊന്നുമില്ല. ഞാനിവിടെ മടക്കി കൊടുത്ത ഭാഗം ഇങ്ങോട്ട് വന്നു. കറക്റ്റ് അതേപോലെ വന്നിട്ട് നേരെ അടിച്ചു പോകണേ. വേണ്ട, എൻ്റെ വിരൽ വെച്ചേക്കുന്നിടത്ത് അടിച്ച് നിർത്തിയിട്ട് സൂചി തുണിയിൽ കുത്തി നിർത്തിയിട്ട് വേണം നമ്മുടെ തിരിക്കണം. കേട്ടോ, എൻ്റെ ഭാഗം നേരെ അടിച്ച് വരണം. കെട്ടിട്ട് നിർത്തണേ. ഹെമ്മിങ് ചെയ്തെടുക്കാം. ഇത് മെഷീൻ അടിച്ചാൽ മതിയാണ് ഞാനങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.